ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിന് അന്യഭാഷയിലെ സൂപ്പർ താരങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. അവരുടെ ബന്ധത്തെക്കുറിച്ച് പറയണമെന്ന് ഇതിൽ മുഹമ്മദ് വി എം എന്ന് പറയുന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു. നസീർ സാറിന് അന്യഭാഷാ നടന്മാരായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച്, സുഹൃത്ത് ബന്ധത്തിനെക്കുറിച്ച്. അതിൽ നസീർ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് MGR. MGR അന്നത്തെ കാലത്ത് MGRന് പ്രത്യേക സ്നേഹമാണ് നസീർ സാറിനോട്. MGR പണ്ട് കാലത്ത് എന്തെങ്കിലും സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ നസീർ സാറിനോട് മാത്രമേ പറയൂ, വേറെ നടന്മാരോടൊന്നും പറയില്ല. അതുപോലെ MGRക്ക് പല കത്തുകളെല്ലാം വരുമ്പോൾ, സ്വകാര്യ കത്തുകൾ വരുമ്പോൾ ഇംഗ്ലീഷിൽ വരും, ജപ്പാനിൽ നിന്ന് അവിടെ നിന്നല്ല. അപ്പോൾ നസീർ സാറിനെ വിളിച്ചിട്ട് പറയും, മിസ്റ്റർ നസീർ ഇന്ന് സൗകര്യപ്പെടുമെങ്കിൽ വരാൻ പറ്റുമെങ്കിൽ പിന്നെ വീട്ടിൽ അതിലേ പോകുന്നുണ്ടോ എന്ന് വീട്ടിൽ കാണണമെന്ന് പറയും. അങ്ങനെ നസീർ സാറ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത് ലെറ്ററിലെടുത്ത് കാണിക്കും. അതിൻ്റെ അർത്ഥമെല്ലാം നസീർ സാറെ പറഞ്ഞു കൊടുക്കുക. വേറെ ആളെ കൊണ്ട് നസീർ സാറിന് MGRന് ഇംഗ്ലീഷ് അങ്ങനെ ആദ്യകാലത്ത് അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ലെറ്റർ വായിച്ചിട്ട് അർത്ഥമെല്ലാം നസീർ സാറിനെ കൊണ്ട് വായിപ്പിക്കുക, അർത്ഥം പറഞ്ഞു കൊടുക്കുക. ബാക്കി ആരും വിശ്വാസമില്ല MGR. പിന്നെ നസീർ സാർ എന്താവശ്യപ്പെട്ടാലും MGR അത് നിറവേറ്റി കൊടുക്കും. അങ്ങനെ ജയൻ ചേട്ടൻ മരിച്ച സമയത്ത് ബോഡി പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ MGRോട് ശുപാർശ ചെയ്തത് നസീർ സാറാണ്. അപ്പോൾ അന്നത്തെ നിയമപ്രകാരം എന്തോ ചെയ്യണം പോലെ, പെട്ടെന്ന് ബോഡി അങ്ങോട്ട് അയക്കാൻ പറ്റില്ല. അവർ സ്റ്റേറ്റിന് ഓരോ നിയമങ്ങളുണ്ട്, പെട്ടെന്നൊന്നും അങ്ങനെ ബോഡി വിട്ടുകൊടുക്കില്ല. അപ്പോൾ നസീർ സാറ് പറഞ്ഞു വന്ന് എൻ്റെ അടുത്ത് സുഹൃത്താണ്, അനിയനെ പോലത്തെ ആളാണ്, എൻ്റെ അനിയനെ പോലത്തെ നടനാണ്. അത്രയും ബന്ധമല്ല നസീർ സാറിന് ജയൻ ചേട്ടനായിട്ട്. അപ്പോൾ ഇത് മാറ്റി നിയമം അനുവദിക്കുന്നില്ല, എന്നാലും ഇതൊന്ന് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ MGR പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നസീർ പറഞ്ഞതുകൊണ്ട് എനിക്ക് തള്ളാൻ പറ്റില്ല, ഇതിൽ നിയമത്തിൻ്റെ നിയമം തെറ്റിച്ചിട്ട് ഞാൻ അയക്കാമെന്ന് പറഞ്ഞു. കാരണം MGRക്ക് അത്രയും നസീർ സാറിന് വാക്ക് തട്ടാൻ പറ്റില്ല. കാരണം ഇത് നിയമലംഘനമാണ്. പക്ഷേ നസീറിന് വേണ്ടി ഞാൻ നിയമം ലംഘിച്ചിട്ട് ബോഡി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു ജയൻ ചേട്ടന്. അങ്ങനെ പെട്ടെന്ന് പിറ്റേന്ന് തന്നെ ജയൻ ചേട്ടൻ്റെ ബോഡി എത്തി. നസീർ സാർ സ്വന്തം അനിയനെ പോലെ കാണുന്നതാണ് ജയൻ ചേട്ടൻ. നസീർ സാർ മരിച്ച സമയത്ത് നസീർ സാർ തകർന്നു പോയി. കുറച്ച് അത്രയും സ്നേഹബന്ധമാണ്. ഡെയിലി വീട്ടിൽ നിന്ന് ഒന്നിച്ച് രാവിലെ ഭക്ഷണം കഴിക്കുന്ന, ഒന്നിച്ച് കാറ് പോക്കും, അങ്ങനെല്ലാം ആയിട്ട് നസീർ സാർ ഭയങ്കര വിഷമം ഉണ്ടാക്കിയാണ് ജയൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഈ MGRൻ്റെ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ TR റോമൻ ഒരു ദിവസം പറഞ്ഞു, TR റോമനൊക്കെ MGRെ കാണാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് ഏതൊരു പടത്തിൻ്റെ മദ്രാസിൽ നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന MGR അപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ MGR ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കുറേ പരിവാരങ്ങളോട് പോകുമ്പോൾ TR റോമൻ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് MGR അവിടെ നിന്നിട്ട് ചോദിച്ചു, മലയാള പടത്തിൻ്റെ ഷൂട്ടിങ്ങാന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളിതിൽ അഭിനയിക്കുന്നു? അതേന്ന് പറഞ്ഞു. അപ്പോൾ TR റോമനോട് MGR ചോദിച്ചു, ഇത് ആരെ പടം ചോദിച്ചു. അപ്പോൾ നസീർ സാറിൻ്റെ പടമെന്ന് പറഞ്ഞു. അപ്പോൾ MGR പറഞ്ഞു, ഗുഡ്. നസീർ സാറിന്, നസീറിൻ്റെ പടമാണോ? MGR പറഞ്ഞു, വെരി ഗുഡ്. അത്ര ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നസീർ സാറിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ശിവാജിക്ക് നസീർ സാറിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരോട് ചോദിക്കാതെ തന്നെ നേരെ അടുക്കളയിലാണ് പോകുന്നത്. നസീർ സാറിൻ്റെ മക്കൾ ഒരു ദിവസം പറഞ്ഞു, പ്രേമിയെന്ന് വിളിക്കാം. അപ്പോൾ പ്രേമിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് വീട്ടിൻ്റെ അടുക്കളയിൽ പെട്ടെന്ന് ഇവർ ഞെട്ടിപ്പോന്ന് പറയും. മക്കൾ അടുക്കളയിൽ കയറി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശിവാജി ആയിരിക്കും. അത്ര പിന്നെ ഇവർ രാവിലെ മെറീന ബീച്ചിൽ നടക്കാൻ പോകും, പിന്നെ കുതിര സവാരിക്ക് പോകും നസീർ സാറും ശിവാജി. ഭയങ്കര അടുത്ത ബന്ധം. അങ്ങനെ നസീർ സാറ് മരിച്ച സമയത്ത് മദ്രാസിൽ നിന്ന് ശിവാജി കുറേ ആൾ വഴക്ക് പറഞ്ഞു എന്തോ സംഭവത്തിന്. പെട്ടെന്ന് ബോഡി നാട്ടിലെത്തിക്കാൻ എത്തിക്കാത്തതുകൊണ്ട് ശിവാജി ചൂടായി എന്ന് പറഞ്ഞു. അത് ശിവാജിയായിട്ട് ഭയങ്കര ബന്ധമാണ് നസീർ സാർ. പിന്നെ ജയശങ്കറിനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ നസീർ സാറാണ്. ജയശങ്കറിൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് നസീർ സാർ. ഒരു ദിവസം മലയാള പടത്തിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് നസീറിന് ഒരു ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു ജയശങ്കർ. അത് വലിയ ഒരു നാനയിലാന്ന് തോന്നുന്നു ഫോട്ടോ വന്നത്. ജയശങ്കർ നസീർ സാറിന് ഉമ്മ കൊടുക്കുന്നത് അങ്ങനെ ഇതായിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ രവിചന്ദ്രൻ നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്താണ്, ഷീലയുടെ ഭർത്താവ്. ജയശങ്കറിൻ്റെ പോലെ തന്നെ രവിചന്ദ്രൻ. നസീർ സാർ റെക്കമെൻഡ് ചെയ്തിട്ട് കുഞ്ചാക്കോ രവിചന്ദ്രൻ 2-3 പടത്തിലെടുത്ത്.
അഗ്നിമൃഗത്തിൽ, പിന്നെ ആരോമലുണ്ണിയിൽ നസീർ സാർ റെക്കമെൻഡ് ചെയ്ത് സത്യമാഷ് മരിച്ചാലും ആ റോള് രവീന്ദ്രന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. സോറി. പിന്നെ നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്താണ് NT രാമറാവു, തെലുങ്കിലെ അന്യഭാഷയിലെ NTR. NTR ഒരു വലിയ സ്വീകരണം കൊടുത്തിരുന്നു നസീർ സാറിന്. പിന്നെ NTR മുഖ്യമന്ത്രിയായ സമയത്ത് നസീർ സാറിനെ പ്രത്യേകം ക്ഷണിച്ചിട്ട് വലിയ പാർട്ടി അവിടെ നസീർ സാറിന് പ്രത്യേക ഒരു അവാർഡ് പോലത്തെ എന്തെല്ലാം ഒരു കാര്യമായ എന്തോ ഒരു ഇത് കൊടുത്തിന് അവിടുത്തെ തെലുങ്കിലെ NTR നസീർ സാറിന് ഒരു പുരസ്കാരം NTR പ്രത്യേകം ക്ഷണിച്ച് വരുത്തിയിട്ട് കൊടുത്തതാണ്. അവർ ടെലിഫോണിലുള്ള അധികം സംസാരിക്കുന്നത് നസീർ സാർ NT രാമറാവു. കാരണം പുരാണ പടങ്ങളിൽ അഭിനയിക്കുന്ന സമയത്തെല്ലാം നസീർ സാറിൻ്റെ ചില വേഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ NT രാമറാവു നേരിട്ട് വിളിച്ചിട്ട് അഭിനന്ദിക്കലുണ്ട് നസീർ സാറിന്. കാരണം NT രാമറാവു എന്ന് രാമനും കൃഷ്ണനായിട്ട് ശ്രീരാമൻ്റെ റോളും ശ്രീകൃഷ്ണൻ്റെ റോളും എടുക്കുന്നത് NT രാമറാവു. അത് സൗത്ത് ഇന്ത്യയിൽ എല്ലാവരും ധാരണ NTR എന്നത്. പക്ഷേ നസീർ സാർ ഉള്ളത് കൊണ്ട് പിന്നെ എല്ലാവർക്കും NT രാമറാവു മാത്രം ഒന്നും അംഗീകരിക്കാൻ പറ്റിയില്ല. നസീർ സാർ NT രാമറാവിനേക്കാളും നന്നായിട്ട് ആ വേഷം കൈകാര്യം ചെയ്യും. അങ്ങനെ രാമറാവുവിന് ഭയങ്കര ഇഷ്ടമാണ് നസീർ സാറിന്. ഓരോ പടങ്ങൾ അങ്ങനെയുള്ള വരുമ്പോൾ നസീർ സാറിനെ വിളിച്ച് അഭിനന്ദിക്കും. ഈ വടക്കം പാട്ട് സിനിമകളിലും വരുമ്പോൾ വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ നസീർ സാറിൻ്റെ ഈ തെലുങ്കിൽ NT രാമറാവു, പിന്നെ അതേപോലെ പിന്നെ ഹിന്ദിയിൽ ദിലീപ് കുമാറും ദേവാനന്ദും നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. മരിച്ച സമയത്ത് അവർ അനുശോചനം ഉണ്ടായി നസീർ സാറിന് വേണ്ടിയിട്ട്. തീരാ നഷ്ടം എന്ന് പറഞ്ഞിട്ട് നസീർ സാറിനെ കുറിച്ച് ദേവാനന്ദും ദിലീപ് കുമാർ. പ്രേം നസീറിൻ്റെ മരണം സിനിമാ ലോകത്ത് തീരാ നഷ്ടം. അവർ തമ്മിൽ വളരെ അടുപ്പമാണ്. ബോംബെയിൽ പോയാലും അവർ കേരളത്തിൽ വന്നാലും നസീർ സാറിനെ കണ്ടിട്ടേ പോകുള്ളൂ. കേരളത്തിലെ മദ്രാസിൽ, സോറി കേരളം എന്ന് പറഞ്ഞാൽ മദ്രാസിൽ അവർ വരും ഷൂട്ടിങ്ങിന്. AVM സ്റ്റുഡിയോയിലെല്ലാം അധികം ഈ തമിഴന്മാർ ഹിന്ദി ഫിലിം എടുക്കും. അന്നേരം ഇവരെ ഷൂട്ടിങ് അധികം മദ്രാസിലായിരിക്കും. AVMലും ചിത്രാഞ്ജലിയിലായിരിക്കും ദേവാനന്ദും പിന്നെ ദിലീപ് കുമാറിലും വരുന്നത്. ആ സമയത്ത് നസീർ സാറിൻ്റെ വീട്ടിൽ പോയി വരും. അത്രയും അടുപ്പമാണ്. തമിഴ് നടന്മാരെക്കാട്ട് ശിവാജിയേക്കാളും MGRേക്കാളും അടുപ്പം അവർക്ക് നസീർ സാറായിട്ട്. ഇതൊക്കെയാണ് നസീർ സാറിൻ്റെ അന്യഭാഷ നടന്മാരായിട്ടുള്ള സൗഹൃദം. ഓക്കെ.